സുഹൃത്തുക്കളെ, നാളെ രാവിലെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് അഥവാ ആരാണ് വിജയിക്കുന്നത്, ആരൊക്കെയാണ് പരാജയപ്പെടുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ മത്സരരംഗത്തുണ്ടായിരുന്നതാണ്. പുറമെ സ്വതന്ത്രരായിട്ടുള്ള സ്ഥാനാർത്ഥികളും മറ്റും ഉണ്ടായിരുന്നതാണ്. പ്രതിനിധീകരിച്ച് സത്യസന്ധന്മാരായിട്ടുള്ള വ്യക്തികൾ ഓരോ നാടിനെയും ഓരോ വാർഡിനെയും പ്രതിനിധീകരിച്ച് വിജയിച്ചു വരട്ടെ എന്നത് ആശംസിക്കുന്നു. അപ്പോൾ അതുപോലെ നാടിന്റെ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ വിജയിച്ചു വരട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു രാഷ്ട്രീയത്തോടോ വ്യക്തികളോടോ പ്രത്യേകിച്ച് കൂറൊന്നുമില്ല. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് യുവാക്കളായിട്ടുള്ള വ്യക്തികൾ കാണും. കാരണം മടുപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ മടുപ്പിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെയും ഒരു ഉപോൽപ്പന്നമായിട്ട് നമ്മൾ മാറുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്, പിന്നെ ഈ ഒരു രീതിയിൽ നാടിനെ സേവിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ വരട്ടെ. ഇപ്പോൾ ഞാൻ തന്നെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്നലെയും മിനിഞ്ഞാമൊക്കെയായിട്ട് എൻ്റെ അനുഭവത്തിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറപ്പൂർ 10ാം വാർഡിൽ മത്സരിക്കുന്ന LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫഹദിന് എതിരെന്നുള്ള രീതിയിൽ, പക്ഷേ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരുപക്ഷെ അയാൾ വിജയിക്കാം, അയാൾ പരാജയപ്പെടാം, അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 100% സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇപ്പോൾ എനിക്കെതിരായിട്ട് ഞാൻ ഏതോ രാഷ്ട്രീയ കക്ഷികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഉൽപ്പന്നമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ള രീതിയിലൊക്കെ അലിഗേഷൻ കണ്ടു. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് പറയാനുള്ളത്, ഇലക്ഷന് റിസൾട്ട് വരുന്നതിന് മുമ്പ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു ഗ്രാവിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതല്ല. ഇയാൾ ജയിക്കാം, പരാജയപ്പെടാം, എന്ത് തന്നെയായാലും എന്നെ ബാധിച്ച കാര്യങ്ങൾ എന്നെ ഇവന്മാർ കഷ്ടപ്പെടുത്തിയതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം മാത്രമേ ഞാൻ നടത്തിയിട്ടുള്ളൂ. അത് ഒരു നാട്ടിലുള്ള മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഞാൻ പ്രതികരണശേഷിയുള്ള മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കടമയാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത്. ഓക്കെ, അല്ലാണ്ട് വായിൽ പഴം തിരിക്കും മിണ്ടാതിരിക്കാൻ പറ്റുമോ? അനുഭവസ്ഥരായിട്ടുള്ള ഒരു വ്യക്തികൾ, പ്രതികരണശേഷി ഇല്ലാത്ത മനുഷ്യരാണ് ഈ നാടിന്റെ ശാപം. ഓക്കെ, അതുവഴി കള്ളന്മാർക്കും കൊള്ളക്കാർക്കും മുതൽക്കൂട്ടായിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് അവസാനമായിട്ട് പറയാനുള്ളത്, ഇയാൾ വിജയിക്കാം, പരാജയപ്പെടാം, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇത് ജനങ്ങളെ ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി അറിയിക്കേണ്ട ബാധ്യത ഒരു പൗരൻ എന്നുള്ള രീതിയിൽ എന്നിലുണ്ട്. അത് വ്യക്തമായിട്ട് ഞാൻ കടമ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ 100% സത്യസന്ധമാരായിട്ടുള്ള വ്യക്തികൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യമൊന്നും മുന്നിലില്ലല്ലോ. ഇപ്പം നരേന്ദ്രമോദിക്കെതിരായിട്ട് തിരിയുന്ന വ്യക്തികളുണ്ട് അല്ലേ, അയാളെ കള്ളൻ കൊള്ളക്കാരൻ അദാനിയുടെ ഞാനടക്കം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ട് തിരിഞ്ഞവരുണ്ട്. അതുപോലെ പിണറായി വിജയൻ സാർ അവർക്കെതിരായിട്ട് തിരിഞ്ഞവരുണ്ട്. സ്വാഭാവികമല്ലേ രാഷ്ട്രീയത്തിൽ. പക്ഷേ ഇതിൽ രാഷ്ട്രീയമല്ല താല്പര്യം. ഇതിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ, ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ വ്യക്തമാക്കേണ്ട ബാധ്യത എന്നിലുണ്ട്. അത് ഞാൻ നിർവഹിച്ചു എന്നതിൽ വ്യക്തമായ ചാരിതാർത്ഥ്യമുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. കാരണം അത്രത്തോളം എന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കളവ് പോയിട്ടുണ്ട്, കളവ് നടത്തിയിട്ടുണ്ട്. ഇതിന് രേഖാമൂലമുള്ള തെളിവുകളുണ്ട്. വെറുതെ പിന്നെ ഏറെക്കൽ പറയില്ല. പിന്നെ ഇതിൽ ഇവന്മാർ പറയുന്നത് പോലെ ഞാൻ എതിർ സ്ഥാനാർത്ഥിയുടെ അച്ചാരം വാങ്ങിയിട്ട് എന്തോ പ്രവർത്തിച്ചു എന്നുള്ള രീതിയിൽ പറയാനാണെങ്കിൽ പൊന്നു സുഹൃത്തുക്കളെ, ഈ എതിർ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ഞാൻ 4 ദിവസം മുമ്പ് ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം കാണില്ല. ഏതെങ്കിലും വ്യക്തികൾ ഞാൻ ഈ എതിർ സ്ഥാനാർത്ഥിയുമായോ ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേഷൻ നടന്നതിന്റെ തെളിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പടി ഞാൻ ചെയ്യും. ഓക്കെ, നിങ്ങൾ പറയുന്ന പടി ഞാൻ ചെയ്യും. ഏത് തരത്തിൽ ഞാൻ എൻ്റെ അനുഭവങ്ങളും വ്യക്തിപരമായി എനിക്കുണ്ടായ നഷ്ടങ്ങളും വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇയാൾ പരാജയപ്പെടാം, വിജയിക്കാം. അത് നാട്ടുകാരുടെ നാട്ടുകാരുടെ യോഗ്യതക്ക് കൂടി, അല്ലെങ്കിൽ നാട്ടുകാർ ഇവനെ അർഹിക്കുന്നെങ്കിൽ അവൻ വിജയിച്ചേക്കാം, നാട്ടുകാർ ഇവനെ അർഹിക്കുന്നില്ല എങ്കിൽ അയാൾ പരാജയപ്പെട്ടേക്കാം. പക്ഷെ എൻ്റെ കാര്യം വ്യക്തമാക്കി പറയേണ്ട ബാധ്യത എന്നിലുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കോട്ടക്കൽ നഗരസഭ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട വിഷയം. ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. അതെന്തായാലും അടുത്ത ഇലക്ഷനോട് മുന്നോടിയായിട്ട് ഞാൻ വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വ്യക്തമായ അഴിമതിയുടെ സാധ്യതകൾ വിവരാവകാശ രേഖകൾ സഹിതം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ നാടിന്റെ സുരക്ഷിതത്വത്തിനും നാടിനോടുള്ള സേവനത്തോടും കൂറിനും വേണ്ടി പ്രവർത്തിക്കുന്നവരെ ആയിരിക്കും എന്നുള്ള നിർബന്ധ ബുദ്ധി ഓരോ പൗരനും ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമുക്കൊക്കെ എന്ന് പറയുമ്പോൾ ശരാശരി ആയുസ് എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഓക്കെ, ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും മാന്യമായിട്ട് ജീവിക്കാനുള്ളൊരു സുരക്ഷിതത്വ ബോധത്തോടു കൂടിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെന്നുള്ള സാഹചര്യം രൂപപ്പെടണ്ടേ നമ്മുടെ നാട്ടിലെ? എത്ര കാലത്തേക്ക് നമ്മൾ പ്രവാസികളായിട്ടും അല്ലെങ്കിൽ കുടിയേറ്റക്കാരായിട്ടും ജീവിച്ചു പോകാൻ പറ്റും? നമ്മുടെ മക്കൾക്കും മറ്റൊക്കെ ആയിട്ട് ജീവിച്ചു പോകട്ടെ നമ്മുടെ നാട്ടിൽ. അതിന് ഈ തരത്തിലുള്ള രാഷ്ട്രീയ സംസ്കാരവും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഏത് പാർട്ടികളും ആയിക്കോട്ടെ, ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ വ്യക്തമായ നിലപാട് ഞാൻ ബോധ്യപ്പെടുത്തുന്നു. ഈ വ്യക്തിക്കെതിരെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ട് പറയേണ്ട ബാധ്യത എന്നിലുണ്ട്. അതൊരു രാഷ്ട്രീയ പാർട്ടിയോട് സാമീപ്യമുള്ളതുകൊണ്ടോ രാഷ്ട്രീയക്കാരനോട് കൂടുതലുണ്ടോ അല്ലെങ്കിൽ ഇയാളുടെ രാഷ്ട്രീയത്തോട് എതിർപ്പുള്ളതുകൊണ്ടോ ഒന്നല്ല.
ഇയാളുടെ രാഷ്ട്രീയത്തോട് എതിർപ്പ് ഉണ്ട് എങ്കിൽ ഞാൻ മുമ്പുള്ള വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ഇതുമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപനത്തിനകത്തേക്ക് അല്ലെങ്കിൽ കാര്യാലയത്തിലേക്ക് പോകുന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് ഞാൻ പറഞ്ഞ അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ CPIM-ന്റെ അവിടെ പോയി ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നെ ഈ രീതിയിൽ ഇയാളോട് അടക്കമുള്ള ആളുകൾ ദ്രോഹിക്കുന്നുണ്ട്, ഇത്തരത്തിലാണ് പ്രവർത്തനം, ഇതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂട്ടു നിൽക്കരുത്, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവന്മാർ അഴിഞ്ഞാടുന്നുണ്ട് എന്നടക്കം പറയണമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അന്നേ സമയം അല്ലെങ്കിൽ ഒരു ലീഗിന്റെയോ അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ BJP-യുടെയോ അല്ലെങ്കിൽ അനവധി നിരവധി പാർട്ടികളുണ്ടല്ലോ, ഇവരെയൊന്നും പിടിച്ചില്ല ചിന്തിച്ചാൽ പോരെ? അപ്പൊ ഞാൻ ഇന്ന് ഇതൊരു രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി എൻ്റെ അടുത്തേക്ക് വന്നാൽ പോലും ഞാനത് അംഗീകരിക്കുമോ? അന്ന് അത്രയും കഷ്ടതയിൽ അനുഭവിച്ചു പോകുന്ന സാഹചര്യത്തിൽ പോലും ഞാനൊരു രാഷ്ട്രീയ കക്ഷിയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, ഇതിൽ ഇത്രയും പറയാനുള്ളൂ. ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ട ബാധ്യത എന്നിലുണ്ട്, തെളിവുകൾ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എന്നിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ നേരിൽ കണ്ട് സമീപിക്കാവുന്നതാണ്. മാന്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ മുമ്പ് വെല്ലുവിളിച്ച പോലെ തന്നെ വന്ന് ചർച്ച ചെയ്യാൻ താല്പര്യമുള്ളവർ വരിക, ഒരു സംശയവും വേണ്ട. അത് പൂർണ്ണമായിട്ടും സത്യസന്ധമാണ് ഞാൻ പറയുന്നതെന്ന് ബോധ്യപ്പെടുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അതെന്റെ വാക്കാണ്. ഓക്കെ, അപ്പൊ ഇതിവിടെ നിർത്തുന്നു. ഇതിൽ രാഷ്ട്രീയപരമായ ഒരു രാഷ്ട്രീയത്തോടും ഇത് പേടിച്ചിട്ടാണെന്നുള്ള തോന്നലൊന്നും വേണ്ട. പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും കയറി പോകേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ആ ഒരു ധാരണയൊന്നും വേണ്ട. ഇവിടെ എനിക്കെതിരായിട്ട് ഒരു അലിഗേഷൻ ഞാൻ CPM-നായിട്ട് പ്രവർത്തിക്കണം, ഇത് ഇവന്മാരുടെ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. കാരണം ഇങ്ങനെ ഒരു അലിഗേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഞാനൊരു പാർട്ടിക്ക് എതിരാണ്, ഞാനൊരു പാർട്ടിയോട് ആഭിമുഖ്യമില്ലാത്ത ആളാണ്, വേറൊരു പാർട്ടിയോട് കൂടുതലുള്ള ആളാണ്, സാധാരണ തരംതാണ രാഷ്ട്രീയ പ്രതിയോഗികളുടെ പ്രവർത്തനം ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. ആ വാക്കിനൊക്കെ എന്റെ മുമ്പ് താല്പര്യമുള്ളവർക്ക് എന്റെ മുമ്പുള്ള പിന്നെ എന്റെ ചാനലിലുള്ള മുമ്പിട്ട വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തു ഉണ്ടാകും. അപ്പൊ ഈ രീതിയിലാണ്. അപ്പോൾ ഇയാളെ നിങ്ങൾ അർഹിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അത്രേ പറയാനുള്ളൂ, ബാക്കി കൂടുതലൊന്നും പറയണ്ടല്ലോ. ഞാൻ പറയാനുള്ളത് സമയത്തിന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. അത് ഞാൻ പറയേണ്ട ബാധ്യത എന്നിലുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു. അത് ഓക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഇനിയും എന്റെ ഭാഗം വെളിപ്പെടുത്തേണ്ടതും എന്റെ ഭാഗം നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടതും ബാധ്യത എന്നിലുണ്ട്. അത് ഞാൻ നിയമപരമായിട്ടും മറ്റുള്ള കാര്യങ്ങൾ മാക്സിമം എന്നാൽ സഹായിക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കും. ആ സാഹചര്യത്തിൽ ഞാൻ CPM-നെതിരായി തിരിഞ്ഞു, ലീഗിനെതിരായി തിരിഞ്ഞു. അമ്മ ഒരു ഉടായ്പ പരിപാടി ഒന്നായിട്ട് വരരുത് ദയവ് ചെയ്തിട്ട്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്നെ ബാധിച്ച കാര്യങ്ങൾ വ്യക്തിപരമായ രീതിയിൽ വെളിപ്പെടുത്തേണ്ട ബാധ്യത എന്നിലുണ്ട്. അത് ഞാൻ നിർവഹിച്ചേ ഉള്ളത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഇതോടുകൂടി നിർത്തുന്നു. ഓക്കെ, നാട്ടിൽ സമാധാനപരമായിട്ടുള്ള രീതിയിൽ ഇലക്ഷൻ റിസൾട്ട് വന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ബാധ്യത എല്ലാ ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റോഡ് തടസ്സപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ ആഘോഷ പ്രകടനങ്ങളോ മറ്റോ അതിനൊന്നും നമുക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല. ആ രീതിയിലൊന്നും മുന്നോട്ട് പോകാതെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാം. നാടിന്റെ ഐക്യം നിലനിന്ന് അല്ലെങ്കിൽ നാട്ടുകാരുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ളവർ വിജയിച്ചു വരട്ടെ. പിന്നെ ഇതിൽ ഇനിയിപ്പോൾ ഇയാളുടെ ഓപ്പോസിറ്റ് കക്ഷി വിജയിച്ചാൽ പോലും അനാവശ്യ രീതിയിൽ പായ്ചെലവുകൾ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ സംശയിക്കണം. ഇവർക്കൊക്കെ ഇത്രത്തോളം ഫണ്ട് ഏതെല്ലാം രീതിയിൽ വരുന്നുണ്ട് മറ്റുള്ളതൊക്കെ, ഇതൊക്കെ നമ്മളെ നികുതി പണം കൂടി ആവാം. അപ്പം നിങ്ങൾ ആ രീതിയിൽ കണ്ട് സമാധാനപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവരെ ഇനിയും ഇനിയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അനാവശ്യ പായ്ചെലവുകൾ ഒഴിവാക്കിയിട്ട് നമ്മൾ പറയുമല്ലോ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള രീതിയിലുള്ള വ്യക്തികൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു വാർഡ് എന്ന് പറയുമ്പോൾ 1000 വോട്ടോ മറ്റോ ഒക്കെ അല്ലേ വരുള്ളൂ. ഈ 1000 വ്യക്തികളെ പ്രതിനിധീകരിക്കുക എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നുമല്ല. അതും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അതിനു വേണ്ടിയിട്ട് അനവധി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കപ്പെടുന്നു പറയുമ്പോൾ ആ ചെലവഴിക്കപ്പെടുന്ന തുക സ്വാഭാവികമായിട്ടും ഇവർ തിരിച്ചുണ്ടാക്കുമല്ലോ. അത് ഏത് രീതിയിലാവും എന്നുള്ളതും കൂടെ നിങ്ങൾ ചിന്തിക്കണം. അത്രേ പറയാനുള്ളൂ. ആര് വിജയിച്ചാലും ആര് പരാജയപ്പെട്ടാലും അത് നല്ല ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ വിജയിച്ചു വരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കൂടി നിർത്തും.